ഇപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ത് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസ് അപ്പം അതായത് 2 സെൻട്രൽ ലെവൽ സിവിൽ സർവീസിനെ കുറിച്ചിട്ടും സ്റ്റേറ്റ് ലെവൽ സിവിൽ സർവീസിനെ കുറിച്ചിട്ടും സിലബസിൽ പറയുന്നുണ്ട്. പക്ഷെ ഡിഗ്രി പ്രിലിംസിന്റെ മെയിൻസിൽ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പല കേരള ഗവർണൻസിലൊക്കെ. മറിച്ച് ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചതെല്ലാം ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അവരുടെ ഫംഗ്ഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സിനെ കുറിച്ച്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പല ടൈപ്പ് ഓഫ് സിവിൽ സർവീസിനെ കുറിച്ച്, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് സിവിൽ സർവീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അപ്പൊ സിവിൽ സർവീസിന്റെ ഒറിജിൻ ഓക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇന്ത്യൻ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പല ഫീച്ചേഴ്സും ബ്രിട്ടീഷ് ലീഗസിയാണ്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ബ്രിട്ടീഷ് കൊണ്ടുവന്ന പല സിവിൽ സർവീസിന്റെ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ IAS ആണെങ്കിലും IPS ആണെങ്കിലും ഈ IAS IPS എന്നുള്ള ഈ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഓക്കെ, അത് പിന്നീട് നമ്മൾ ചെറിയ പേരിൽ മാത്രമേ മാറ്റം വരുത്തിയുള്ളൂ. ബാക്കിയുള്ള അവരുടെ ഫങ്ഷനിങ് ഇപ്പോഴും എന്താണ് ആ ഒരു ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മീൻസ് അത് ഇപ്പോഴും തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രിട്ടീഷിന്റെ കോൺട്രിബ്യൂഷൻ സിവിൽ സർവീസിൽ ഒന്ന് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ 1854 നിങ്ങൾ മോഡേൺ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, സിവിൽ സർവീസായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 1854 മെക്കാള കമ്മിറ്റി റിപ്പോർട്ട് ആദ്യമായിട്ട്. അപ്പോൾ സിവിൽ സർവീസിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യലി ഇന്ത്യൻസിന് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഇനീഷ്യലി സിവിൽ സർവീസിന്റെ എക്സാമിനേഷൻ നടത്തിയിരുന്നത് ലണ്ടനിൽ മാത്രമായിരുന്നു. ഓക്കെ, അത് ആദ്യമായിട്ട് അപ്പോൾ ഇന്ത്യയിലേക്കുള്ള സിവിൽ സർവീസിലേക്കുള്ള ഇങ്ങനെ ഒരു മെറിറ്റ് ബേസ്ഡ് എക്സാം ഇന്ത്യയിലേക്ക് സർവ് ചെയ്യുന്നവരെ വേണമെന്ന് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? മെക്കാല കമ്മിറ്റി റിപ്പോർട്ടാണ്. ഏത് വർഷമാണ് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? 1854. എന്താണ് പറഞ്ഞത് 1854? ഒരു മെറിറ്റ് ബേസ്ഡ് കോമ്പറ്റീറ്റീവ് എക്സാം ഇന്ത്യൻ സിവിൽ സർവന്റിന് ആവശ്യമുണ്ട്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സിവിൽ സർവന്റിന് ആവശ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 855 ആദ്യമായിട്ട് ലണ്ടനിൽ വെച്ചിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സിവിൽ സർവീസിന്റെ ഒറിജിൻ എവിടെയാണ്? ഇന്ത്യയിലേക്കുള്ള സിവിൽ സർവീസ് ഒറിജിൻ 1854 മെക്കാള കമ്മിറ്റി റിപ്പോർട്ടിലാണ്. അപ്പോൾ 1855 മുതൽ സിവിൽ സർവീസിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ എവിടെയോ എന്തുണ്ടായിരുന്നില്ല, സെന്റർ ഉണ്ടായിരുന്നില്ല. ലണ്ടനിൽ പോയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ ആദ്യമായിട്ടൊരു ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം പാസ്സാകുന്നത് 1864 ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സിവിക്സിലല്ല, അല്ലാണ്ട് ചിലപ്പോൾ മോഡേൺ ഹിസ്റ്ററിന്റെ ഭാഗത്ത് ഡിഗ്രി ലെവലിലായിരിക്കാം മെയിൻസിലായിരിക്കാം ചോദിച്ചിട്ടുള്ളത്. UPSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ക്ലിയർ ദി ICS എക്സാം, ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം? ഓക്കെ, ആരാണ്? സത്യേന്ദ്രനാഥ് ടാഗോർ. പക്ഷെ ഈ എക്സാം എവിടെ വെച്ചിട്ടാണ് നടന്നത്? ലണ്ടനിൽ വെച്ചിട്ട്. കാരണം ഇന്ത്യയിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സിവിൽ സർവീസ് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നീട് ഈ ലണ്ടൻ എറ 1855 മുതൽ 1921 വരെ എക്സാം നടന്നത്, സിവിൽ സർവീസ് എക്സാം നടന്നത് എവിടെ വെച്ചാണ്? ലണ്ടനിൽ മാത്രമായിരുന്നു നടന്നത്. അപ്പോൾ ഹൈ ട്രാവൽ കോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, പല റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഇന്ത്യൻസ് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മീൻസ് ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പല ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഡിമാൻഡിൽ ഒന്നായിരുന്നു എന്താണ്? എക്സാം ഇന്ത്യയിലും കൂടി നടത്തണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 1919 മൊണ്ടഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസിന്റെ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? നമുക്കറിയാം, ഇത് നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പാസ്സാക്കി. അതിൽ റെക്കമെൻഡേഷൻ വന്നു, എന്താണ്? ഇന്ത്യയിലും കൂടി എക്സാം നടത്താം. അപ്പൊ ഇന്ത്യയിലും കൂടി എക്സാം നടത്താം എന്ന റെക്കമെൻഡേഷൻ വരുന്നത് എവിടെ നിന്നാണ്? മൊണ്ടഗ്യൂ ചെംസ്ഫോർഡ് റിഫോംസ്, അല്ലെങ്കിൽ അതിന്റെ ആ റിഫോംസിന്റെ ഭാഗമായിട്ട് വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നിന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ സിവിൽ സർവീസ് എക്സാം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? 1922 അലഹബാദ്, ഇപ്പോൾ അലഹബാദ് എന്നറിയപ്പെടുന്നത് പ്രയാഗ്രാജ് ആണ്. ഓക്കെ, അപ്പൊ 1922 മുതൽ 2 സ്ഥലത്ത് എക്സാം നടക്കും. ഇന്ത്യയിലും എക്സാം നടക്കും, ലണ്ടനിലും എക്സാം നടക്കും. അപ്പൊ 1922 ശേഷം ഇന്ത്യൻസിന് കുറച്ചും കൂടി സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യാനുള്ള
ചാൻസ് കൂടി, കാരണം ഇന്ത്യയിലും എക്സാം നടക്കുന്നുണ്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് 37/23 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡിഡ് ദി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ സ്റ്റാർട്ടഡ് ടു ബി ഹെൽഡ് ഇൻ ഇന്ത്യ? എന്ന് മുതലാണ്, ഏത് വർഷം മുതലാണ്? 1922. ഇനി ഇവിടെ നോക്കിയേ, ഈ പബ്ലിക് PSCന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നിർത്തുക. അത് ഏത് എക്സാം ആയിക്കോട്ടെ, നമ്മൾ എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെന്നുള്ളത്, പക്ഷേ എങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് പറയാറില്ല. പലരും വെറുതെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത പോലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ചോയ്സും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ അല്ല ഈ 1854 1864 ചോയ്സ് ആയിട്ട് കൊടുത്തുള്ളത്. ഇവിടെ 1854 1864 എന്തുണ്ട്? ഒരു സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ആണ്. എന്താ 1854 മെക്കാളെ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ടൈം പീരീഡ് ആണ്. എന്താണ് 1864? ആദ്യത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം പാസ്സായ ഇയർ ആണ് 1864. അപ്പോൾ നിങ്ങൾ ആൻസർ മാത്രം ടിക്ക് ചെയ്ത് മാത്രം പോയാൽ പോരാ, മറ്റു ചോയ്സും കൂടി എന്താണെന്നും അവിടെ എന്താണെന്നും കൂടെ ഒന്ന് നോക്കുകയും വേണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് PYQ നിങ്ങൾ സോൾവ് ചെയ്യാൻ കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ നോളജ് കിട്ടുന്നത്. അപ്പോൾ അത് ഇനി വരാൻ പോകുന്ന നിങ്ങൾ എക്സാമിൽ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞാലും മെയിൻസിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി സിവിൽ സർവീസിന്റെ ഫങ്ഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും സിവിൽ സർവീസിന്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞതാണ്. എന്താണ് സിവിൽ സർവീസിന് നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നാണ് അറിയപ്പെടുന്നത്. സിവിൽ സർവീസ് എന്താണ്? പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തുണ്ട്? അതന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചറാണ്, സിവിൽ സർവീസിന്റെ ഫീച്ചറാണ് പെർമനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി. ഒരു പ്രാവശ്യം സർവീസിൽ കയറിയാൽ റിട്ടയർമെന്റ് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സർവീസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് വരെ എന്ത് ചെയ്യാം. ഇനി റിട്ടയർമെന്റ് കഴിഞ്ഞാലും ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പെർമനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി എന്താണ്? സിവിൽ സർവീസിന്റെ ഒരു ഫീച്ചറാണ്. പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ, പോളിസി ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാം പല തരത്തിലുള്ള ഗവൺമെന്റ് പോളിസീസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി, അഗ്രികൾച്ചറൽ പോളിസി, ഇതൊക്കെ പോളിസിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നോക്കിയേ, ഇൻഡസ്ട്രിയൽ പോളിസി. ഈ ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പോളിസി അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, അങ്ങനെ പലതരത്തിലുള്ള പോളിസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പോളിസീസ് ഒക്കെ ആരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യൻ വന്നാൽ പോളിസി ഫോർമുലേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോളിസി ഫോർമുലേഷൻ, പോളിസി എക്സിക്യൂഷൻ, ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. പോളിസി ഫോർമുലേഷനും പോളിസി എക്സിക്യൂഷനും. പോളിസി ഫോർമുലേഷൻ ആരുടെ ഡ്യൂട്ടിയാണ്? മിനിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? പോളിസിയെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ലെജിസ്ലേച്ചറിൽ നിന്ന് ഒരു ലോ ഉണ്ടായി, അവിടെയാണ് പോളിസി ഉണ്ടാകുന്നുണ്ട്. അതിനുള്ള എല്ലാ നേതൃത്വം നൽകുന്ന ആരാണ്? മിനിസ്റ്റേഴ്സ് ആണ്. അവരുടെ അതിന് വേണ്ടിയിട്ടുള്ള മിനിസ്ട്രിയൽ സപ്പോർട്ട് എല്ലാം ഉണ്ടാവും. അപ്പോൾ പോളിസി നമ്മൾ നോക്കി, ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഗവൺമെന്റ് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ പല ഗവൺമെന്റ് സ്കീംസ് കാണുന്നില്ലേ? അത് മിനിസ്ട്രി ലെവലിലാണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പോളിസി നടപ്പിലാക്കുന്നത് ആരാണ്? നടപ്പിലാക്കുന്നതിനെന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ. അതാരാണ്? സിവിൽ സർവന്റ് ആണ്. അത് ഹയർ ഒഫീഷ്യൽ മീൻസ് പ്രത്യേകിച്ച് നമ്മൾ പറയും ഈ ലോവർ ലെവലിലുള്ള ഒഫീഷ്യൽസ് ആയിരിക്കും, അല്ലെങ്കിൽ അതായത് ജില്ലാ മുതൽ, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ മുതൽ അവിടെ താഴോട്ടുള്ള BDO, താഴോട്ടുള്ളവരെല്ലാം, ഈവൻ വില്ലേജിൽ വർക്ക് ചെയ്യുന്ന, പഞ്ചായത്ത് ലെവലിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും എന്താണ്, അവരുടെ ജോലിയാണ് എന്ത്? പോളിസി എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ സർവീസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ത്? പോളിസി എക്സിക്യൂഷൻ അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി പോളിസി ഫോർമുലേഷൻ നിങ്ങൾ തെറ്റിപ്പോകരുത്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ്, അസിസ്റ്റൻസ്. പോളിസി ഫോർമുലേഷൻ സിവിൽ സർവീസിന്റെ ഫംഗ്ഷൻ അല്ല. പക്ഷേ അവരെ സിവിൽ സർവന്റ്, സീനിയർ സിവിൽ സർവന്റ്, നിങ്ങൾക്കറിയാം സെക്രട്ടറിമാര്, ഹൈ
സീനിയർ സിവിൽ സർവൻറ്റ്. ഇപ്പോൾ എല്ലാ മിനിസ്റ്റേഴ്സിനും അവർക്ക് ടെക്നിക്കൽ നോളജസ്, മിനിസ്റ്റേഴ്സിനൊന്നും വലിയ ടെക്നിക്കൽ നോളജ് ഉണ്ടാവില്ല. അപ്പോൾ മിനിസ്റ്റേഴ്സിന് വേണ്ട ടെക്നിക്കൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അവിടെ സിവിൽ സർവൻറ്റ് തന്നെയാണ്, സീനിയർ മോസ്റ്റ് സിവിൽ സർവൻറ്റ് ആണ്. അപ്പോൾ അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ സപ്പോർട്ടും പോളിസി ഫോർമുലേഷനിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പോളിസി ഫോർമുലേഷനിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറ്റരുത്. അതായത് പോളിസി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ അല്ല, പോളിസി ഫോർമുലേഷൻ അസിസ്റ്റൻസ് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചോദിക്കാം ഫംഗ്ഷൻ ഏതാണെന്നുള്ളത്. അപ്പോൾ റിയൽ ഫംഗ്ഷൻ എന്താണ്? എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. മറ്റേവിടെ എന്താണ്? ഈ അസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പോളിസി ഫോർമുലേഷൻ ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ എക്സിക്യൂട്ടീവ്, പെർമനന്റ് എക്സിക്യൂട്ടീവ് ലൈക്ക് മിനിസ്റ്റേഴ്സിന്റെ ജോബാണ്. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻസിന്റെ ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇതൊരു അതായത് ആലോചിച്ചാൽ മതി. അതായത് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അതായത് ലെജിസ്ലേച്ചറിന്റെ, അതായത് നിയമം പാസ്സാക്കുക എന്ന് പറയുന്നത് സെൻട്രൽ ലെവലിലാണെങ്കിൽ പാർലമെന്റും സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഫംഗ്ഷനാണ്. പക്ഷേ ഈ ലെജിസ്ലേച്ചറിന് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതാണ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നിയമത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് അവര് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. നിറ്റിഗ്രിറ്റി എല്ലാം, അതായത് ഡീറ്റെയിൽഡ് റൂൾസ്, റെഗുലേഷൻസ്, ബൈലോസ് എല്ലാം ആരും എന്ത് ചെയ്യും, ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഡെലിഗേറ്റഡ് ആയിട്ടുള്ള ഈ വർക്ക് ആരുടെ ജോലിയാണ്? അപ്പോൾ ഈ ലെജിസ്ലേച്ചർ ഒരു പ്രൈമറി നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ നിയമത്തിന്റെ റൂൾസും റെഗുലേഷൻസും ബൈലോസ് ഒക്കെ ഫങ്ഷണലൈസ് ചെയ്യുന്ന ജോലി ആരൊക്കെയാണ്? സിവിൽ സർവൻ്റ് ആണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ആ ഫങ്ഷൻ ആരാണ് അത് ചെയ്യുന്നത്? അത് സിവിൽ സർവൻ്റ് ആണ്, അല്ലെങ്കിൽ പബ്ലിക് ഒഫീഷ്യൽസ് ആണ്. അപ്പോൾ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്താണ്? സിവിൽ സർവീസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ അടുത്ത ഫംഗ്ഷനാണ് എന്ത്? ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ സർവീസസ്. സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോലുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം എന്താണ്? സിവിൽ സർവീസിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ഫങ്ഷൻസുമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് 2024 ഡിഗ്രി പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. 38/2024 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതൊരു ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സാമിന് ഇതുപോലെ റെഡ് കളർ വരില്ല. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. പലപ്പോഴും എക്സാമിന്റെ പ്രഷർ കൊണ്ടിട്ട് അവർ നോട്ട് റോങ് പോലുള്ള ചില വേർഡുകൾ അവർ കാണില്ല, പ്രത്യേകിച്ച് നോട്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് സിവിൽ സർവീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസി അതൊരു പ്രധാനപ്പെട്ട സിവിൽ സർവീസിന്റെ ഫംഗ്ഷനാണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അതും ഒരു ഫംഗ്ഷനാണ്. മൊബിലൈസ് ഒപ്പോസിഷൻ ടു ദി ഗവൺമെന്റ്, ഗവൺമെന്റിനെതിരെ ഒപ്പോസ് ചെയ്യുക. ഗവൺമെന്റ് അത് ഒരിക്കലും സിവിൽ സർവീസിന്റെ ഫംഗ്ഷൻ അല്ല. ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യലാണ് സിവിൽ സർവീസിന്റെ ജോലി, ഒപ്പോസ് ചെയ്യലല്ല. അപ്പൊ അതാണ് നോട്ട് എ ഫംഗ്ഷൻ. സി ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ. ക്യാരിങ് ഔട്ട് സോഷ്യൽ സർവീസും എന്താണ്? സിവിൽ സർവീസിന്റെ ഫംഗ്ഷനാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുറെ ഇതൊക്കെ ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോജിക്ക് വെച്ചിട്ട്, കോമൺ സെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ ഇങ്ങനെ സിവിൽ സർവീസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ അയ്യോ ഇതെനിക്ക് അറിഞ്ഞൂടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാതെ ചെയ്യാതിരിക്കരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ വിൻസെന്റ് ഡി ഗോണി പോലുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. മറിച്ച് ഇതേപോലെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കൺസെപ്ച്വൽ ക്വസ്റ്റ്യനിൽ. ഈ സിവിൽ സർവീസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രൈ ചെയ്താൽ ഇതേപോലത്തെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും, അത് ശരിയാക്കാനും പറ്റും. ഓക്കെ, അത് സിവിൽ സർവീസിന്റെ കൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പാർട്ട് 14 കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 14 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്താണ് ഡീൽ ചെയ്യുന്നത്? എന്താണ്? സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് അതായത് യൂണിയൻ എക്സിക്യൂട്ടീവിന് ഒരു പർട്ടിക്കുലർ പാർട്ടാണ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന് ഒരു പർട്ടിക്കുലർ വേറെ സ്ഥലത്താണ് കിടക്കുന്നത്.
ലെജിസ്ലേച്ചർ ഒരു സ്ഥലത്താണ്, യൂണിയൻ ലെജിസ്ലേച്ചർ ഒരു സ്ഥലത്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു സ്ഥലത്താണ്. യൂണിയൻ ജുഡീഷ്യറി ഒരു സ്ഥലത്താണ്, സ്റ്റേറ്റ് ജുഡീഷ്യറി വേറെ സ്ഥലത്താണ്, വേറെ ഡിഫറെന്റ് പാർട്സിലാണ് കിടക്കുന്നത്. പക്ഷെ സിവിൽ സർവീസസ് അങ്ങനെയല്ല. രണ്ടിനും, അതായത് യൂണിയനിൽ വർക്ക് ചെയ്യുന്ന, സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സിവിൽ സർവന്റും സ്റ്റേറ്റ് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന സിവിൽ സർവന്റിന് വേണ്ടി ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാർട്ടാണ് പാർട്ട് 14. അപ്പൊ സെപ്പറേറ്റ് പാർട്ടില്ല. സെൻട്രൽ സിവിൽ സർവന്റ് ഒരു പാർട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിവിൽ സർവീസിന്റെ ഒരു പാർട്ടോ ഇല്ല. ഒരു കോമൺ പാർട്ട് എന്താണ്? പാർട്ട് 14 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന്റെ പേരെന്താണ്? സർവീസസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും സ്റ്റേറ്റ്സ് പബ്ലിക് സർവീസ് കമ്മീഷനും ഒരു സെപ്പറേറ്റ് അല്ല, സെയിം സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത് ഈ പാർട്ട് 14. അപ്പൊ പാർട്ട് 14 2 ചാപ്റ്റർ ആണുള്ളത്, ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം. ചാപ്റ്റർ 1 ഡീൽ ചെയ്യുന്നത് സർവീസ് അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ് ആണ്. ചാപ്റ്റർ 2 ഡീൽ ചെയ്യുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അണ്ടർ ദി യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ് ആണ്. 2 തരത്തിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ അതൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അപ്പം ഇതിൽ ചാപ്റ്റർ 1 തുടങ്ങുന്നത്, ഓക്കെ, ചാപ്റ്റർ 1 നിങ്ങൾ ഒരു എല്ലാ ആർട്ടിക്കിളും കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട, ഇപ്പൊ സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. അത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് 5 ആർട്ടിക്കിൾ. സിവിൽ സർവീസിനെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട 5 ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ 4 ആർട്ടിക്കിൾസ് ആണെന്ത്? ആർട്ടിക്കിൾ 309, ആർട്ടിക്കിൾ 310, ആർട്ടിക്കിൾ 311, ആർട്ടിക്കിൾ 312. അപ്പൊ ആ സീക്വൻസിൽ തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ 309, അപ്പൊ ഇതെല്ലാം എവിടെ വരുന്നുണ്ട്? ഈ ആർട്ടിക്കിൾസ് ഒക്കെ എവിടെയാ വരുന്നത്? ചാപ്റ്റർ 1 ഓഫ് പാർട്ട് 14 ആണ്. ഓക്കെ, അപ്പം എന്താ ആർട്ടിക്കിൾ 309 പറയുന്നത്? ആർട്ടിക്കിൾ 30 പറയുന്നത്, അതായത് സിവിൽ സർവീസിന്റെ റിക്രൂട്ട്മെന്റും, അതായത് സിവിൽ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റും അതേപോലെ തന്നെ ആ സിവിൽ സർവന്റ് സർവീസ് കണ്ടീഷൻ, ഓക്കെ, അവരുടെ സർവീസിൽ വേണ്ട കണ്ടീഷൻസ്, അവരുടെ സാലറി, അവരുടെ റെമ്യൂണറേഷൻ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. അതിന്റെ ലെജിസ്ലേറ്റീവ് പവർ മീൻസ് പാർലമെന്റിന്, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ സെൻട്രൽ ലെവലാണെങ്കിൽ പാർലമെന്റിന് നിയമം കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ഡീറ്റെയിൽസും കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ചില കോൺസ്റ്റിറ്റ്യൂഷന്റെ പല സ്ഥലങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ആർട്ടിക്കിൾ പറയുന്നുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽ എന്ത് ചെയ്യാം, പാർലമെന്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷനോ. അപ്പോൾ സെൻട്രൽ ഇഷ്യൂ സബ്ജക്റ്റ് ആണെങ്കിൽ അത് പാർലമെന്റിനും, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിൽ അത് സ്റ്റേറ്റ് ലെജിസ്ലേഷനും നിയമങ്ങൾ കൊണ്ടുവരാമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവർക്ക് ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 309. അപ്പൊ ആർട്ടിക്കിൾ 309 ഡീൽ ചെയ്യുന്നത് എന്താണ്? ലെജിസ്ലേറ്റീവ് പവർ. അതായത് ലെജിസ്ലേറ്റീവ് പവർ ആർക്കാ ഉള്ളത്? ലെജിസ്ലേച്ചറിനാണ്. അപ്പോൾ യൂണിയൻ സർവീസ്, അതായത് സെൻട്രൽ സർവീസിലേക്കുള്ള ലെജിസ്ലേറ്റീവ് പവർ യൂണിയൻ പാർലമെന്റിനും സ്റ്റേറ്റ് സർവീസിലുള്ള പവർ സ്റ്റേറ്റ് ലെജിസ്ലേഷനും കൊടുത്തിരിക്കുന്നു. ഇനി ആർട്ടിക്കിൾ 310, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 310 ആണ്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ വർഷം നടന്ന സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസിൽ എടുത്തു പറയുന്ന ഒരു സിലബസ് ആണ്. ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ പറയുന്നില്ല. അപ്പൊ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എവിടെ ഉണ്ട്? നിങ്ങളുടെ മെയിൻസിന്റെ സിലബസ്, സെക്രട്ടറിസിന്റെ മെയിൻ സിലബസിൽ പുതിയ സിലബസ് ആണ് PSC കൊണ്ടത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്താണെന്ന് വേണമെങ്കിൽ ഡിഗ്രി പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതെന്താണ്? അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ആർട്ടിക്കിൾ 310 ഡീൽ ചെയ്യുന്നതാണ്. എന്താ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്? എന്താ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് വെച്ചാൽ, സിവിൽ സർവൻസ് ഇൻ ഇന്ത്യ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ഫോർ യൂണിയൻ സർവീസസ്. യൂണിയൻ സർവീസ് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ സർവീസ്. അപ്പൊ യൂണിയൻ സർവീസസ് 2 ടൈപ്പ് യൂണിയൻ സർവീസസ് ഉണ്ട്, ഓൾ ഇന്ത്യ സർവീസസും സെൻട്രൽ സർവീസസും. ഇതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം, വരുന്നുണ്ട്. ഓൾ ഇന്ത്യ സർവീസിന് 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിയൻ സർവീസ് ഉദ്ദേശിക്കുന്നത് 2 ടൈപ്പ് എന്താണ്? ഓൾ ഇന്ത്യ സർവീസസ്, പിന്നെ സെൻട്രൽ സർവീസസ്, പിന്നെ സ്റ്റേറ്റ് സർവീസസും ഉണ്ട്. അങ്ങനെ 3 തരം. അപ്പൊ സിവിൽ സർവീസസ് എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ്. എന്താണ്? ഓൾ ഇന്ത്യ സർവീസസ്, സെൻട്രൽ സർവീസസ്, സ്റ്റേറ്റ് സർവീസസ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് അതൊരു മീൻസ് ആകെ 3 സർവീസസേ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നുള്ളൂ.
ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, മെറ്റീരിയൽ ഉണ്ട്, പേടിക്കണ്ട. അതേപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. എന്താ ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇന്ത്യ സർവീസിലേക്കുള്ള സിവിൽ സർവൻറ്റിനെ റിക്രൂട്ട് ചെയ്യുന്നത് യൂണിയൻ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവരെന്ത് ചെയ്യും, ഇവരെ റിക്രൂട്ട് ചെയ്തിട്ട് യൂണിയൻ എന്ത് ചെയ്യും, അവർക്ക് എല്ലാവർക്കും ഒരു സ്റ്റേറ്റ് കാഡർ കൊടുക്കും. ഓൾ ഇന്ത്യ സർവീസിലുള്ള ഇപ്പൊ IAS ആണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ പാസ്സാണെന്നുണ്ടെങ്കിൽ UPSCന്റെ എക്സാം എഴുതി പാസ്സാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, അത് അലോട്ട് ആയി കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ എന്ത് ചെയ്യും, അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാഡർ കൊടുക്കും. ചിലവർക്ക് കേരള കാഡർ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് കാഡർ, അല്ലെങ്കിൽ തമിഴ്നാട് കാഡർ അലോട്ട് ചെയ്യും. അപ്പോൾ ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത് സെന്റർ ആണെങ്കിലും, പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, സ്റ്റേറ്റിലായിരിക്കും, സ്റ്റേറ്റ് ലെവലിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഇമ്പോർട്ടന്റ് പോസ്റ്റുകളിലെല്ലാം, ഇപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇമ്പോർട്ടന്റ് പോസ്റ്റ്, അതായത് ചീഫ് സെക്രട്ടറി, അതായത് ഓരോ മിനിസ്റ്ററിന്റെയും സെക്രട്ടറിമാർ, ഇവരെല്ലാം എന്താണ്, IAS ഓഫീസേഴ്സ് ആണ്. അവരാരാണ്, ഓൾ ഇന്ത്യ സർവീസസ് ആണ്. പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, സ്റ്റേറ്റിലാണ്. അപ്പൊ അവർ സ്റ്റേറ്റിൽ മാത്രമല്ല വർക്ക് ചെയ്യുക, ചില സമയത്ത് ഡെപ്യൂട്ടേഷനിൽ സെന്റർ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷത്തേക്ക് അവരെ വിളിക്കും, സെന്ററിലേക്ക് വിളിക്കും ഡെപ്യൂട്ടേഷൻ. അപ്പൊ ചില സമയങ്ങളിൽ സ്റ്റേറ്റ് കാഡറാണ് അലോട്ട് ചെയ്തെങ്കിലും അവരെന്ത് ചെയ്യും, സെൻട്രലിലും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസസിലുള്ളവർ 2 സ്ഥലത്തും വർക്ക് ചെയ്യും. എന്താണ്, സെൻട്രൽ ലെവലിലും വർക്ക് ചെയ്യും, സ്റ്റേറ്റിലും വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അവർ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. ഇനി സെൻട്രൽ സർവീസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, അവരെവിടെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സ്റ്റേറ്റ് സർവീസസോ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ സിവിൽ സർവീസ് എന്ന് പറയുന്നത് 3 കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ആർട്ടിക്കിൾ 310 ഈ 3 കാറ്റഗറിയെ കുറിച്ചും പറയുന്നുണ്ട്. സിവിൽ സർവീസ് എന്ന് പറയുന്ന ഈ 3 കാറ്റഗറിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ 2 ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസിലെയും സിവിൽ സർവന്റ് അവര് ദേ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിന്റെ പ്ലഷറിലാണ്, അതായത് പ്രസിഡന്റ് വിചാരിച്ചാൽ ഒരു സിവിൽ സർവന്റിന്റെ പോസ്റ്റ് മാറ്റാൻ പറ്റും, അയാളെ ഡിസ്മിസ് ചെയ്യാൻ പറ്റും, സസ്പെൻഡ് ചെയ്യാൻ പറ്റും. വെറുതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 311. പക്ഷെ ഇങ്ങനെ പറയുന്നുണ്ട്, അതാണ് സിവിൽ സർവീസസ് ഇൻ ഇന്ത്യ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്. അതാണ് ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയാൻ കാരണം. അതേപോലെ തന്നെ സ്റ്റേറ്റ് സിവിൽ സർവന്റ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി ഗവർണർ. അപ്പൊ ഗവർണറിന്റെ പ്ലഷറിലും പ്രസിഡന്റിന്റെ പ്ലഷറിലാണ് സിവിൽ സർവന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 310 ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയാൻ കാരണം. അപ്പൊ അങ്ങനെ ഡോക്ട്രിൻ ഓഫ് പ്ലഷറിനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ വെറുതെ ഒരു സിവിൽ സർവന്റിനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്താ ഒരു സേഫ് ഗാർഡ്, വെറുതെ ഒരു സിവിൽ സർവന്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ പറ്റില്ല. അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് കൊടുക്കുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ 311 പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ഫോർ സിവിൽ സർവന്റ്, അതിന്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണെന്ത്, ആർട്ടിക്കിൾ 311. ഇത് ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് ആർട്ടിക്കിൾ ആണ് സിവിൽ സർവന്റ് കൊടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റ് ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആണ് എന്ത്. അപ്പൊ ആർട്ടിക്കിൾ 310, 311, 312 ഇത് വളരെ ഫാക്ച്വൽ ഇൻഫോർമേഷൻ ആണെങ്കിലും നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് ഇപ്പോൾ അതിലുണ്ട്. ഓക്കെ, 311 എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്, 312 എന്താണ് ഞാൻ ഈ പറഞ്ഞ ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ആർട്ടിക്കിൾ തന്നെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് എന്ത്, ആർട്ടിക്കിൾ 312. നിങ്ങൾ മറക്കരുത്. അപ്പോൾ 310 ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, 311 കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ഫോർ സിവിൽ സർവന്റ്, ആരുണ്ട്, യൂണിയനിലെയും സ്റ്റേറ്റിലെയും. 312 ഡീൽ ചെയ്യുന്നത് ഓൾ ഇന്ത്യ സിവിൽ സർവീസിനെ കുറിച്ചിട്ടാണ്, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്ന് പറയുന്നത്? 2 ക്രൂഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ആർട്ടിക്കിൾ 311 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നോ സബോർഡിനേറ്റ് ഡിസ്മിസൽ. അവിടെ പറയുന്നത് വെച്ചാൽ എ സിവിൽ സർവന്റ് cannot be dismissed or removed by any authority subordinate to the one by which they were appointed. എന്ന് വെച്ചാൽ ഒരു സിവിൽ സർവന്റ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ ഒരു സാധാരണ സിവിൽ സർവന്റ് പ്രസിഡന്റ് ആണ് എന്ന് വിചാരിക്കുക, ഒരു സിവിൽ സർവന്റ് അപ്പോയിന്റ് ചെയ്യാന്ന് വിചാരിക്കുക. പ്രസിഡന്റ് ആണ് ഒരു സിവിൽ സർവന്റ് അപ്പോയിന്റ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
അയാളെ റിമൂവ് ചെയ്യാൻ പ്രസിഡന്റ് താഴെയുള്ള ആർക്കും സാധിക്കില്ല. പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രസിഡന്റ്, കാരണം നമുക്കറിയാം ഇന്ത്യൻ പ്രസിഡന്റ് മുകളിൽ വേറെ ആരുമില്ല നമ്മുടെ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രസിഡൻസ് നോക്കുമ്പോൾ. ഈ സേഫ് ഗാർഡാണ് ഇവിടെ പറയുന്നത്. വെച്ചാൽ ഒരു സിവിൽ സർവന്റിനെ റിമൂവ് ചെയ്യണമെങ്കിലോ ഡിസ്മിസ് ചെയ്യുകയാണെങ്കിലോ എന്ത് വേണം, ആർക്കേ പറ്റുള്ളൂ? അയാൾ അപ്പോയിന്റ് ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ അയാൾക്ക് അതിൽ മേലുള്ള ഒരാൾക്കേ പറ്റുള്ളൂ. അയാളുടെ താഴെ റാങ്കിലുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യത്തെ സേഫ് ഗാർഡ്. രണ്ടാമത്തെ സേഫ് ഗാർഡ് പറയുന്നത് ഒരാളെ പിരിച്ചു വിടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഫെയർ ഹിയറിംഗ്, അയാൾക്ക് എന്താണ്, അതാണല്ലോ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഓക്കെ, ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ത് ചെയ്യണം? അപ്പൊ റൈറ്റ് ടു ഫെയർ ഹിയറിംഗ് എന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ആണ്. ഒരാളെ ഡിസ്മിസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റാങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പോ എന്ത് ചെയ്യണം? ഒരു എൻക്വയറി നടത്തണം. ആ എൻക്വയറി ചെയ്യുന്നതിന് മുമ്പ് അയാളെ ഇൻഫോം ചെയ്യണം. അയാൾക്കൊരു റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കണം ഈ പറയുന്ന ചാർജസിനെതിരെ. ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് ഇത് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ചോദിച്ചത് ആർട്ടിക്കിൾ 311 ചോദിച്ചത്. ഈ ആർട്ടിക്കിൾ 311 രണ്ട് സേഫ് ഗാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ചോദിച്ചാൽ ഇതാണ് രണ്ട് സേഫ് ഗാർഡ്, നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ആർട്ടിക്കിൾ 309, 310, 311, 312 ഒക്കെ എന്താണ്? ചാപ്റ്റർ 1 ആണ്. ആർട്ടിക്കിൾ 315 എന്തിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. ചാപ്റ്റർ 2 മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 75/21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ടു സിവിൽ സർവന്റ് ആർ എൻഷോർഡ് ബൈ ആർട്ടിക്കിൾ 311. ഇനി ചോയ്സ് നോക്കിയേ. എന്താണ് ആർട്ടിക്കിൾ 310? എന്താണ് ആർട്ടിക്കിൾ 312? എന്താണ് ആർട്ടിക്കിൾ 315? ഇത് അറിഞ്ഞിരിക്കണം. PYQല് ആൻസർ മാത്രം അറിഞ്ഞാൽ പോരാ, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇങ്ങനെയാണ് എന്ത് പഠിച്ചു പോകേണ്ടത്. അപ്പോൾ ആർട്ടിക്കിൾ മനസ്സിലാക്കി അത് എവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾസിനൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 309 മുതൽ 312 വരെ ആർട്ടിക്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം ഡീൽ ചെയ്യുന്ന എന്താണ്? സിവിൽ സർവീസിന്റെ മറ്റ് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ഇനി ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് സർവൻസ് ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചിട്ടുള്ളത് 101/2022 ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ഓക്കെ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനോ രണ്ട് ക്വസ്റ്റ്യനോ ചിലപ്പോൾ വരുള്ളൂ. എന്തായാലും നമുക്ക് ഓരോ മാർക്കും നമുക്ക് എന്താണ് ഡിഗ്രി പ്രിലിംസിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ചോയ്സ് ഒന്ന് നോക്കിയേ. ചോയ്സ് എന്താ പറയുന്നത്? ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ഇങ്ങനെ ഒരു അസേർഷൻ, നിങ്ങൾ പേടിക്കരുത് അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ കണ്ടാൽ. ഈ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പറയുന്നതെന്ന് വെച്ചാൽ ചോയ്സ് എ പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസണിങ് ആർ ട്രൂ ആൻഡ് R is the correct explanation of A. എന്ന് വെച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെന്റും, അസേർഷന്റെ സ്റ്റേറ്റ്മെന്റും റീസന്റെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അത് മാത്രമല്ല എന്താണ്, റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. അസേർഷൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ത് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ചോയ്സ് ബി എന്താ പറയുന്നത്? ചോയ്സ് ബി പറയുന്നത് ബോത്ത് ആർ ട്രൂ. അതായത് അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ബട്ട് R is not the correct explanation of A. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചോയ്സ് എയും ചോയ്സ് ബിയിലും എന്താ വരുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് കറക്റ്റ് ആണ്. ഇനി എയും ബിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണ്? എ ആണെങ്കിൽ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം. ബി ആണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ചോയ്സ് ബി ആണ്. ഇനി ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. അതായത് സി പറയുന്നത് എ അസേർഷൻ ഇസ് ട്രൂ, റീസൺ ഇസ് ഫോൾസ്. ചോയ്സ് ഡി പറയുന്നതാണ് എ അസേർഷൻ ഇസ് ഫോൾസ്, റീസൺ ഇസ് ട്രൂ. ഇതിൽ നിന്ന് ഈ 4 ചോയ്സിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. തന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരിക്കലും തെറ്റില്ല. അസേർഷനും തെറ്റാകും, റീസണും തെറ്റാകുമോ? ഇല്ല, അങ്ങനെ ഒരു ചോയ്സ് ഇല്ല.
അതായത് അസേർഷൻ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ അസേർഷൻ റീസണിംഗിൽ ക്വസ്റ്റനിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന്റെ ആൻസർ കിട്ടും. എന്നുവെച്ചാല് ഇപ്പോ ഞാൻ ഈ ക്വസ്റ്റിന്റെ കാര്യത്തിലല്ല പറയാം, ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അസേർഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ റീസൺ ശരിയാണോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അസേർഷൻ തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി റീസൺ ശരിയാവും. കാര്യം എന്താണ്, രണ്ടും തെറ്റില്ല. അതേപോലെ തന്നെ റീസൺ തെറ്റാണെങ്കിൽ അസേർഷൻ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. ഈ ഒരു ലോജിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് അസേർഷൻ റീസണിങ് ക്വസ്റ്റനിൽ ലക്കിലി നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ, രണ്ടും ശരിയായ പണിയാണ്. കാരണം വെച്ചാൽ രണ്ടും ശരിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം എ ആണോ ബി ആണോ എന്ന് കണ്ടുപിടിക്കണം. തെറ്റിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിച്ച് മാറി നിൽക്കരുത്. സമയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുറച്ച് പബ്ലിക് സർവീസിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും പെർമനന്റ് എക്സിക്യൂട്ടീവും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇനി എന്താണ് അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പബ്ലിക് സർവൻസ് എന്താണ്? പബ്ലിക് സർവൻസ് ആർ ടു ബി ഫ്രീ ഫ്രം പൊളിറ്റിക്കൽ ബോണ്ടേജസ് ഇൻ മേക്കിംഗ് ഡിസിഷൻ എഫക്റ്റിംഗ് പബ്ലിക് ലൈഫ്. എന്താണ് പബ്ലിക് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ പബ്ലിക് സർവന്റ് എടുക്കുന്ന പല ഡിസിഷൻസും എന്തിനെ മീൻസ് ആരെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്? ജനങ്ങളെയാണ്, പബ്ലിക്കിനെയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, അയാൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും, അല്ലെങ്കിൽ ഒരു പോലീസ്, ഒരു സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റബിളും ആയിക്കോട്ടെ, അവരെല്ലാം ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞാൽ, അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന ഓരോ മീൻസ് അതും ഒരു പബ്ലിക് സർവീസസ് ആണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് സർവീസ് ആണ്. അപ്പോൾ അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ഈ പബ്ലിക് സർവന്റ് അവർക്കൊരു പൊളിറ്റിക്കൽ ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് അവർ പറയുന്ന മീൻസ് ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവര് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരെ ആ ന്യൂട്രാലിറ്റി നഷ്ടപ്പെടും, ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ അർഹതപ്പെട്ടവർക്ക് എന്ത് കിട്ടില്ല? മീൻസ് സർവീസസ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താകാൻ പാടില്ല? പബ്ലിക് സർവൻസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പൊളിറ്റിക്കൽ ബോണ്ടേജസ് ഉണ്ടാകാൻ പാടില്ല. ദേ ഷുഡ് ബി ഫ്രീ ഫ്രം പൊളിറ്റിക്കൽ ബോണ്ടേജസ്. ഇതാണ് പബ്ലിക് സർവീസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് അസേർഷൻ എന്താണ്? കറക്റ്റ് ആണ്. അസേർഷൻ കറക്റ്റ് ആണ്. ഇനി റീസൺ എന്താ പറയുന്നത്? പബ്ലിക് സർവൻസ് ആർ കമ്മിറ്റഡ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് പബ്ലിക് പോളിസീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, പബ്ലിക് സർവീസിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ത്? പബ്ലിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഈ പബ്ലിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന, ഈ പബ്ലിക് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. അത് നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അറിയേണ്ടത് എന്താണ്? ഇവര് ഈ റീസൺ എന്ന് പറയുന്നത് അസേർഷൻ, അതായത് കറക്റ്റ് എക്സ്പ്രഷൻ ആണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ത്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നു, പെർമനന്റ് എക്സിക്യൂട്ടീവ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതൊരു കോമൺ, അതാണ് എക്സിക്യൂട്ടീവ്സിന്റെ ജോലി. പെർമനന്റ് ആയാലും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന്റെയും ജോലി, പെർമനന്റും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും ജോലി എന്താണ്? ഒരാൾ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നു, മറ്റാൾ പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി അപ്പൊ ഇവർ തമ്മിൽ എന്താ കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ, അതായത് പബ്ലിക് സർവന്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പൊളിറ്റിക്കൽ ബോണ്ടേജസ് എന്ന് പറയുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ടാണോ? ഇല്ല. പൊളിറ്റിക്കൽ ബോണ്ടേജസ്, അതായത് ഒരു പബ്ലിക് സർവന്റ് ഒരിക്കലും എന്താകാൻ പാടില്ല, ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് അലൈൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് അലൈൻ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നമ്മൾ അങ്ങനെ അലൈൻ ചെയ്താൽ, പബ്ലിക് സർവന്റ് അലൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും? അയാളുടെ വിശ്വാസം നഷ്ടപ്പെടും ജനങ്ങൾക്കിടയിൽ. കാരണം എല്ലാവരെയും ഒരേപോലെ സേവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ബോണ്ടേജസിൽ നിന്ന് ഫ്രീ ആണെന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷെ ഇവർ തമ്മിൽ എന്തില്ല? ഒരു കണക്ടിവിറ്റി വരുന്നില്ല. അപ്പൊ ആൻസർ വരുന്നത് ഇവിടെ എന്താണ്? ചോയ്സ് ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എന്താണ്? ആർട്ടിക്കിൾ 312 ആണ്
ആർട്ടിക്കിൾ 312 ആണ് ഓൾ ഇന്ത്യ സർവീസിൻ്റെ ആർട്ടിക്കിൾ. ഓക്കെ, അവർ എങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ ആർട്ടിക്കിൾ 312 പറയുമ്പോൾ ഓൾ ഇന്ത്യ സർവീസസ് പറയുമ്പോൾ രാജ്യസഭയെക്കുറിച്ച് ഒരു പ്രത്യേക ഒരു ഇൻഫർമേഷൻ ഉണ്ട്. രാജ്യസഭയെക്കുറിച്ചിട്ട് ഒരു പ്രത്യേക ഇൻഫർമേഷൻ ഉണ്ട്. എന്താണ് പ്രത്യേക ഇൻഫർമേഷൻ എന്നുവെച്ചാൽ രാജ്യസഭയ്ക്ക് 2 സ്പെഷ്യൽ പവേഴ്സ് ലോക്സഭ വെച്ച് നമുക്കറിയാം. നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിൽ ലോക്സഭ ഇസ് മോർ പവർഫുൾ ദാൻ രാജ്യസഭ എക്സെപ്റ്റ് ഇൻ 2 കണ്ടീഷൻ. 2 കണ്ടീഷനിൽ മാത്രം രാജ്യസഭ ഇസ് ഹാവിംഗ് മോർ പവർ ദാൻ ലോക്സഭ. അതിൽ ഒരു കണ്ടീഷനാണ് എന്ത്, ഓൾ ഇന്ത്യ സർവീസസിന്റെ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിലവിൽ നമുക്ക് 3 ഓൾ ഇന്ത്യ സർവീസാണ് ഉള്ളത്. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്. IASഉം IPSഉം ബ്രിട്ടീഷ് കാലം മുതലേ ഉള്ളതാണ്. അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓൾ ഇന്ത്യ സർവീസ് ആയതാണ്. പക്ഷേ 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ആണ്, തെറ്റിദ്ധരിക്കരുത്. ഫോറിൻ സർവീസ് അല്ല. ഇന്ത്യൻ ഫോറിൻ സർവീസ് സെൻട്രൽ സർവീസ് ആണ്. ഫോറസ്റ്റ് സർവീസ് ആണ് എന്ത്, ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ ഫോറസ്റ്റ് സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പോലീസ് സർവീസ്. അപ്പോൾ ഈ 1960 അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒറിജിനലി എന്തുണ്ടായിരുന്നില്ല, ഓൾ ഇന്ത്യ സർവീസ് ആയിരുന്നില്ല. അപ്പം ഒരു ഓൾ ഇന്ത്യ സർവീസിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ, രാജ്യസഭക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ രാജ്യസഭ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. 2/3 മെജോറിറ്റിയിൽ രാജ്യസഭ 2/3 ഓഫ് ദി മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർലമെന്റിന് അതിന്റെ ഓൾ ഇന്ത്യ സർവീസിന്റെ ക്രിയേഷനുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ലോക്സഭയ്ക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾ ഇന്ത്യ സർവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് ആർക്ക് മാത്രമേ പറ്റുള്ളൂ, രാജ്യസഭയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, കുറേ കാര്യങ്ങൾ ഈ PDF-ലുണ്ട്, നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെൻറ്റർ ആണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും കൺട്രോൾ ചെയ്യും, ജോയിന്റ് കൺട്രോളാണ്. ഓക്കെ, ഇമ്മീഡിയറ്റ് കൺട്രോൾ സ്റ്റേറ്റ് ഗവൺമെന്റും ഫൈനൽ കൺട്രോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതായത് ഡിസ്മിസൽ പോലുള്ള റിമൂവൽ പോലുള്ള മേജർ മീൻസ് അച്ചടക്ക നടപടികൾ സെൻട്രൽ ഗവൺമെന്റിന് പറ്റുള്ളൂ. ഓൾ ഇന്ത്യ സർവീസിനെതിരെ സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു ഓൾ ഇന്ത്യ സർവീസിലുള്ളവരെ സസ്പെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഓൾ ഇന്ത്യ സർവീസിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. നമുക്കറിയാം, ഓക്കെ, ഒരു മലയാളിയെ നാഗാലാൻഡിൽ പോയിട്ട് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, മലയാളികൾ നാഗാലാൻഡിൽ IAS ഓഫീസർ ആകാറുണ്ട്, IPS ഓഫീസർ ആകാറുണ്ട്. അതേപോലെ തന്നെ ഈ UP-യിലും ബീഹാറിലുള്ള ഓഫീസർമാർ കേരളത്തിൽ വന്നിട്ട് IAS ആയിട്ട് കളക്ടറായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ റിട്ടയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡൈവേഴ്സിറ്റി ഈ ഓൾ ഇന്ത്യ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് സെൻറ്റർ ആയതുകൊണ്ടും ഫൈനൽ മെയിൻ കൺട്രോൾ സെൻറ്ററിനായതുകൊണ്ടും സ്റ്റേറ്റിനും, അതായത് ആ ഒരു സ്റ്റേറ്റിനോടുള്ള കൂടുതലുള്ള ആ ഒരു പാർട്ടിസൺഷിപ്പ് ഉണ്ടാവില്ല. ഒരു ന്യൂട്രൽ ആയിരിക്കും അവർ, മീൻസ് ഒരു മോർ ദാൻ. അപ്പോൾ ഈ ഓൾ ഇന്ത്യ സർവീസിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഓൾവേസ് പ്രിഫർ ലൈക്ക് ആ ഒരു കോപ്പറേഷൻ, സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കോപ്പറേഷൻ കൊണ്ടുവരാൻ ഓൾ ഇന്ത്യ സർവീസിന് സാധിക്കും. കാരണം സെൻട്രലും സ്റ്റേറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സർവീസാണ് എന്ത്, ഓൾ ഇന്ത്യ സർവീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ they can bring national integration, then they can bring uniformity and high standards throughout the governance and administration. അപ്പോൾ അതൊരു ഓൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഫെഡറൽ പൊളിറ്റിക്ക്, ഫെഡറൽ ബാലൻസ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. നമുക്കറിയാം, ഓക്കെ, ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ പൊളിറ്റിയിൽ ഇന്ത്യ ഒരു ഫെഡറലിസം ആണ്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത്, 2 ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അവിടെ നിർബന്ധമായിട്ടുണ്ടാവും. ഒരു സെൻട്രൽ ഗവൺമെന്റും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും. അപ്പോൾ നമ്മുടെ 7th ഷെഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി നിങ്ങൾ പൊളിറ്റിയിലുള്ള സിലബസിലുള്ളതാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് എന്താണ്, യൂണിയനും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്ട് സ്റ്റേറ്റിനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫെഡറലിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, ഡിവിഷൻ ഓഫ് പവർ. നിങ്ങൾക്ക് സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ള വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കൺഫ്യൂസ്ഡ് ആകുന്നത്. രണ്ട് കൺസെപ്റ്റ് ആണ്.
അപ്പൊ ഡിവിഷൻ ഓഫ് പവർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫെഡറലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അപ്പൊ സെന്റർ അതായത് മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്താണ്, സെന്ററിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ കൺകറന്റ് പവറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ 7th ഷെഡ്യൂളിൽ 3 ലിസ്റ്റ് കൊടുത്ത് യൂണിയൻ ലിസ്റ്റിലുള്ളത് സെന്ററിനും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളത് സ്റ്റേറ്റിനും കൺകറന്റ് ലിസ്റ്റിലുള്ളത് 2 പേർക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ യൂണിയനും സ്റ്റേറ്റും തമ്മിൽ മിക്കപ്പോഴും എന്തുണ്ടാറുണ്ട്, ഈ സബ്ജക്ട് മീൻസ് അവർ ചെയ്യുന്ന നിയമങ്ങളിൽ ലോസിൽ അല്ലെങ്കിൽ ചില ഇഷ്യൂസ് ഉണ്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഫെഡറൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇതിലൊരു പരിഹാരം കണ്ടെത്തുന്ന ഒരു സിവിൽ സർവന്റ് ആണെന്ന് ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെഡറൽ ബാലൻസ് ഓൾ ഇന്ത്യ സർവീസ് ഇന്ത്യൻ നേഷന് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് എന്ത് ഫെഡറൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് നാഷണൽ ഇൻ്റഗ്രേഷൻ പോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷൻ ആണ് എന്ത് ഓൾ ഇന്ത്യ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനടിസ്ഥാനമായിട്ട് 2022 ഡിഗ്രി പ്രിലിംസിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? അഗെയിൻ നോട്ട് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following is not a basic objective of creating all India services? ഓക്കെ, ഇതൊരു 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം. ഈ ആദ്യമായിട്ട് ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 3 സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റ്മെന്റും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ സർവീസ് എന്താണെന്ന് അറിയാം, എത്ര സർവീസ് ഉണ്ടെന്ന് അറിയാം, ഓൾ ഇന്ത്യ സർവീസിന്റെ പ്രത്യേകത അറിയാം, ഫീച്ചേഴ്സ് അറിയാം. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് എന്ത്? മാനേജിങ് ഫെഡറൽ പോളിറ്റി എന്നുള്ളത്. മാനേജിങ് ഫെഡറൽ പോളിറ്റി എന്നുള്ളത് ഓൾ ഇന്ത്യ സർവീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അപ്പോൾ അത് ഇവിടെ ചോദിച്ചതെന്നാണ്. അപ്പോൾ ഈ 4 എന്തായാലും ഒരു ബേസിക് ഒബ്ജക്റ്റീവ് ആണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ ഒരു ബേസിക് ഒബ്ജക്റ്റീവ് ആണ് മാനേജിങ് ഫെഡറൽ പോളിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ചോയ്സ് നോക്കിക്കഴിഞ്ഞാൽ ചോയ്സ് എയിൽ 4 ഉണ്ട്, ചോയ്സ് ബിയിൽ 4 ഉണ്ട്, ചോയ്സ് സിയിൽ 4 ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? നോട്ടാണ്. 4 ഇല്ലാത്ത ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് 4ാമത്തെ മാത്രം പോയിന്റ് അറിഞ്ഞാൽ മതി. നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാം. എ എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, ഡി എലിമിനേറ്റ് ചെയ്യാം. കാര്യം എന്താണ്? ഈ 3 എണ്ണത്തിലും എന്തുണ്ട്? മാനേജിങ് ഫെഡറൽ പോളിറ്റി എന്നുണ്ട്. ചോദ്യം എന്താണ്? ഓൾ ഇന്ത്യ സർവീസിന്റെ നോട്ട് എ ബേസിക് ഒബ്ജക്റ്റീവ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്തായി? സി 3 ഓൺലി. ഓക്കെ, അപ്പൊ ഇതൊരു ട്രിക്കാണ്. ഓക്കെ, നമുക്ക് ഇത് ഡീറ്റെയിൽ മീൻസ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഉള്ള സമയം നിങ്ങൾ എക്സാം ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികൾ ഡിഗ്രി പ്രിലിംസിൽ ചില സമയത്ത് ഫ്രീ ആയ ചില കുട്ടികൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഫുൾ ടൈം എന്ത് ചെയ്യാം? ഡിഗ്രി പ്രിലിംസിന്റെ മൊത്തം സമയം എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതേപോലത്തെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ എലിമിനേഷനൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് അത് എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. സിവിക്സിൽ മാത്രമല്ല, ജോഗ്രഫിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ 2025 സ്റ്റേജ് 1 പോലെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരുപാട് 3 സ്റ്റേറ്റ്മെന്റ് 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ചോയ്സ് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അത് ഒരു പ്രിലിംസ് പാസ്സാകാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ്. പിന്നെ അടുത്ത ചോദ്യം, റിക്രൂട്ട്മെന്റ് ടു ഓൾ ഇന്ത്യ സർവീസസ് മെയ്ഡ് ബൈ, നമുക്കറിയാം UPSC ആണ്. ഞാൻ പബ്ലിക് സർവീസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓൾ ഇന്ത്യ സർവീസ് ഞാൻ 3 സർവീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 3 സർവീസ്, അതായത് ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്. ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് UPSC ആണ്. സ്റ്റേറ്റ് സർവീസിലുള്ള കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇവിടെ ചോദ്യം ആരാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ചിട്ടാണ്. 2022 ചോദ്യമാണ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾ ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ 309 ലെജിസ്ലേറ്റീവ് പവർ ഫോർ റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ദ കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ആരാണ്? കണ്ടീഷൻ ഓഫ് സർവീസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ഓൾ ഇന്ത്യ സർവീസിന്റെയും സെൻട്രൽ സർവീസിന്റെ കേസിൽ പാർലമെന്റും, സ്റ്റേറ്റിന്റെ കേസിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? സി, പാർലമെന്റ് ഓഫ് ഇന്ത്യ.